പ്രണയവും ആഗ്രഹവും മനുഷ്യജീവിതത്തെ കാലങ്ങളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും രൂപപ്പെടുത്തിയ രണ്ടു ശക്തികളാണ്. എന്നാൽ പുരാതന ഭാരതത്തിൽ ഈ വികാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, പുരാതന കാലത്ത് പ്രണയവും ആഗ്രഹവും എങ്ങനെ കാണപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനായി വാത്സ്യായനൻ്റെ കാമസൂത്രയിൽ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ പ്രണയവും ആഗ്രഹവും മനുഷ്യബന്ധങ്ങളും പുരാതന ഭാരതീയ വീക്ഷണത്തിൽ അല്ലെങ്കിൽ വാത്സ്യായനൻ്റെ കഥകളും ഉപദേശങ്ങളും വഴി പരിശോധിക്കാം. ഈ പാഠങ്ങൾ വെറും ചരിത്രമല്ല, അവ ഇന്നത്തെ ബന്ധങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ് നൽകുന്നു. വാത്സ്യായനനും അദ്ദേഹത്തിന് മുമ്പുള്ള എഴുത്തുകാരും പ്രണയത്തെ വെറും ഒരു ശാരീരിക പ്രവൃത്തിയല്ല, മറിച്ച് മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവ ഉൾപ്പെടുന്ന ഒരു പവിത്രമായ ആചാരമായി കണക്കാക്കി. ആഗ്രഹത്തെ ബഹുമാനത്തോടെയും ക്ഷമയോടെയും വിവേകത്തോടെയും സമീപിക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് കാമസൂത്ര ആരംഭിക്കുന്നത്. സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, ദയ, ശ്രദ്ധ, പരസ്പര ബഹുമാനം എന്നിവയിലൂടെയാണ് യഥാർത്ഥ ആഗ്രഹം ഉണർത്തുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു യുവ രാജകുമാരനെക്കുറിച്ച് വാത്സ്യായനൻ ഒരു കഥ പറയുന്നു. അതിനു മുമ്പ് ജീവിതത്തിലെ പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലക്ഷ്യങ്ങളെക്കുറിച്ച് വാത്സ്യായനൻ പറയുന്നു. 1 ധർമ്മം അഥവാ കർമ്മവും കടമയും. 2 അർത്ഥം അഥവാ സമ്പത്തും സാമ്പത്തികമായി മെച്ചപ്പെട്ട ജീവിതം. 3 കാമം, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹവും പ്രണയവും. 4 മോക്ഷം അഥവാ മോചനവും ആത്മീയതയും. കാമം അഥവാ ആഗ്രഹം ബുദ്ധിപൂർവം പിന്തുടരുമ്പോൾ ജീവിതത്തിൻ്റെ നിയമാനുസൃതവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യമായി കാണുന്നു. ആഗ്രഹത്തെ കടമയും ധാർമ്മിക ജീവിതവുമായി സന്തുലിതമാക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയായി വാത്സ്യായനൻ പറയുന്നു. ഉദാഹരണത്തിന്, സ്നേഹത്തിനുള്ള ശരിയായ സമയവും സ്ഥലവും തിരിച്ചറിയാനും വൈകാരിക സന്നദ്ധത ഉറപ്പാക്കാനും പരസ്പര ആനന്ദം വളർത്തിയെടുക്കാനും ഇത് ഉപദേശിക്കുന്നു. ഇനി നമുക്ക് വാത്സ്യായനൻ പറഞ്ഞ ആ ഒരു കഥ പരിശോധിക്കാം. അതിങ്ങനെയാണ്. ഒരു വ്യാപാരിയുടെ മകൾ. അവൾ വളരെ ബുദ്ധിമതിയും സുന്ദരിയുമായിരുന്നു. അവൾക്ക് നിരവധി ആരാധകരുമുണ്ടായിരുന്നു. അവളെ പലരും വിവാഹം അന്വേഷിച്ചു. പക്ഷെ അവൾ ഒരാളെ തിരഞ്ഞെടുത്തത് സമ്പത്തിൻ്റെയോ പദവിയുടെയോ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് അയാൾ അവളുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും എത്ര ആഴത്തിൽ മനസ്സിലാക്കി, അവളുടെ വ്യക്തിത്വത്തെ എത്രമാത്രം ബഹുമാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പുരാതന കാലത്തും പ്രണയം വെറും പുറത്തുള്ള സൗന്ദര്യത്തിലോ സ്ഥാനത്തിലോ ആയിരുന്നില്ല. അത് മാനസികവും ബൗദ്ധികവുമായും ശാരീരികമായും ബന്ധപ്പെടുന്നതായിരുന്നു. വാത്സ്യായനൻ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് മാനസിക ബുദ്ധിയാണ്. ആഗ്രഹത്തെ എപ്പോൾ പിന്തുടരണമെന്നും എപ്പോൾ നിയന്ത്രിക്കണമെന്നും അറിയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. ആഗ്രഹം ശക്തമാണെങ്കിലും ആത്മനിയന്ത്രണവും സഹാനുഭൂതിയും ഉപയോഗിച്ച് സന്തുലനമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക മനഃശാസ്ത്രവും ഇതേ കാര്യമാണ് പറയുന്നത്. മാനസിക ബുദ്ധി സംതൃപ്തിയും ആഴത്തിലുള്ള അടുപ്പവും മെച്ചപ്പെടുത്തുന്നു. പുരാതന ഭാരതത്തിലെ പ്രണയവും ആഗ്രഹവും സംബന്ധിച്ച ധാരണ വളരെ സമഗ്രവും ആദരവോടെയും ആഴത്തിലുള്ള മാനുഷികവുമായിരുന്നു. വാത്സ്യായനൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രണയം ഒരു യാത്രയാണ്. ബന്ധത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു യാത്രയായി കാണാൻ അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഇന്നും യഥാർത്ഥ പ്രണയത്തിൻ്റെ അടിസ്ഥാനം. ഈ കഥാപരമായ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.